നിങ്ങളെ ഇൻഷാല്ല എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞു ചരിത്രം പറഞ്ഞുതരാം. അൽ കഹഫ് സൂറത്തിൽ ഒരു ആയത്തുണ്ട്, വലാത്ത കൂലന്നലി ഷെയ്ഇൻ ഇന്നി ഫായിലും ദാലിക. അതായത് നാളെ പറയാമെന്ന് മാത്രം പറയരുത്, അതിന്റെ കൂടെ ഇൻഷാല്ല എന്ന് കൂടെ പറയണം എന്നാണ് അതിന്റെ ഉള്ളടക്കം വരുന്നത്. അതിന്റെ പിന്നിലൊരു ചരിത്രം ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് കുറച്ച് ആളുകൾ വന്നിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് റസൂലുള്ളാഹിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ള ചോദ്യങ്ങൾ കേട്ടിട്ട് അവരോട് പറഞ്ഞു നാളെ പറയാം എന്ന് പറഞ്ഞു. അതായത് വഹി കിട്ടിയിട്ട് പറയാമെന്നാണ് റസൂള്ള ഉദ്ദേശിച്ചത്. റസൂള്ളക്ക് വഹി വന്നില്ല. പിറ്റേ ദിവസം അവർ വന്ന് റസൂള്ള ചോദ്യം ചോദിച്ചപ്പോൾ റസൂള്ള വീണ്ടും പറഞ്ഞു നാളെ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസത്തോളം റസൂള്ള അവരോട് നാളെ പറയാം എന്ന് പറഞ്ഞു. വഹി വന്നില്ല. അങ്ങനെ അവിടുത്തെ ആൾക്കാർ റസൂള്ളനെ കളിയാക്കാൻ തുടങ്ങി. ഇപ്പൊ കണ്ടില്ല, റസൂള്ളനെ അള്ള കൈവിട്ടു എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയ സമയത്ത് റസൂള്ളക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വഹി വന്നു. റസൂള്ളയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, നാളെ പറയാം എന്ന് മാത്രം പറയരുത്, ഇൻഷാ അല്ലാ എന്ന് കൂടെ പറയണം. ആ ആയത്താണ് വലാ തഖൂലന്നലി ഷൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാ എന്ന്. വെറുതെ നാളെ പറയാൻ മാത്രം പറയരുത്, ഇൻഷാ അല്ലാ കൂടെ പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് പറയണ സമയത്തും ഞാൻ നാളെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് എത്താം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന വാക്ക് നമ്മൾ പറയണം. അത് വളരെ ഗൗരവമായ കാര്യമാണ്. ചെറിയ വാക്കാണ്, പക്ഷെ അതിന് ഭയങ്കര ഗുണമുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹിക്ക് അന്ന് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയുമ്പോഴും അള്ള വിധിച്ചാൽ എന്നാണ് ഇൻഷാ അള്ളയുടെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഇൻഷാ അള്ള കൂട്ടിയിട്ട് പറയാ. അങ്ങനെ പറയാറില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കൊരു ഉപകാരമാവട്ടെ. ഓക്കെ.